ഈ അറബ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളുടെ ഉടമകളെ പോലെയാണ് ശബരിമല തന്ത്രി എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് വരുമാനം, രൂപയുടെ വരുമാനം. ആ വരുമാനം പലപ്പോഴും ബാങ്കുകളിലൊക്കെ ബാങ്കുകാർ ചോദിക്കുമ്പോൾ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകത്തില്ല. ബാങ്ക് പൊട്ടിപ്പോയാലും പുള്ളി അറിയത്തില്ല. കാരണം വേറെയും കോടികൾ കിടക്കുകയാണ്. ഇങ്ങനെ കോടാനുകോടികളുടെ അധിപനായിട്ടുള്ള ഈ തന്ത്രിയുടെ നടവരവിലേക്ക് എന്തുകൊണ്ട് 3 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം 28 സ്ഥലങ്ങളിൽ സിങ്ക്രൊണൈസ്ഡായിട്ട് റെയ്ഡ് നടത്തിയ ED എന്തുകൊണ്ട് പോയില്ല എന്നുള്ളൊരു സംശയം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രശാന്ത് മാഷ്, എന്താ അതിൻ്റെ കാര്യം? ED മറ്റൊരു വഴിക്കെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഇപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ പോലെ 28 ഇടത്ത് റെയ്ഡ് നടന്നു, 3 സംസ്ഥാനങ്ങളിലാവുന്നു, 8ഓളം സ്ഥാപനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്വർണ്ണം ഉരുക്കിയ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ അതിൻ്റെ പേരെന്തുവാ, ഈ സ്വർണ്ണം ഒരുക്കിയ സ്ഥാപനം നമ്മുടെ അവിടുത്തെ ചെന്നൈയിലെ സ്ഥാപനം, ചെന്നൈയിലെ സ്ഥാപനം, ആ സ്ഥാപനം തന്നെ സ്മാർട്ടായിട്ട് ചെയ്യുന്ന പറയാം. ആ സ്ഥാപനം തന്നെ ഇതുപോലെ ദക്ഷിണേന്ത്യയിൽ പല അമ്പലങ്ങളുടെയും പഞ്ചലോക വിഗ്രഹവും സ്വർണം പൂശിയതുമായിട്ടുള്ളത് എടുത്ത് ഈ പണി നടത്തിയിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ട് ഈ പണി നടത്തുന്നതാണ്. ഇതിൻ്റെ പുറകിലുള്ള റാക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചു. അത് പക്ഷേ വിശാലമാവും, ഇന്ത്യ മൊത്തം ആയിരിക്കാം, ലോകം മൊത്തം ആയിരിക്കാം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്നതിന് വേണ്ടി അവർ അന്വേഷിക്കുകയും ഇതിനകത്ത് പ്രതികളെ 35 വരെ വന്നു. 35 വന്നതിനകത്ത് അന്നേ ഒരു സംശയം വന്നു, സാമ്പത്തിക ക്രമക്കേടല്ലേ അന്വേഷിക്കേണ്ടത്, അതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം ബന്ധപ്പെട്ടു എന്ന് SIT വിചാരിക്കുന്നത് തന്ത്രിയുടെ വീട്ടിൽ മാത്രം കയറിയില്ല. SIT കളഞ്ഞ മണിയുടെ വീട്ടിൽ കയറി, SIT വിട്ട മറ്റു പലരുടെയും വീട്ടിൽ കയറി, ഒരേ സമയം പോറ്റിയുടെ ഇവിടുത്തെ വീട്ടിലും ബാംഗ്ലൂരിലെ വീട്ടിലും കയറി, പോറ്റി പറയാത്ത പല സ്ഥാപനങ്ങളിലും കയറി, അപ്പം നമ്മൾ അറിയാത്ത പല സ്ഥാപനങ്ങളിലും കയറി. എന്തുകൊണ്ട്? അപ്പം എന്തുകൊണ്ട് ED അവിടെ കയറിയില്ല? ഇപ്പം ED അവിടെ കയറാതിരുന്നിട്ട് ഇപ്പം തന്ത്രിയെപ്പറ്റി SIT അന്വേഷിച്ച് പോകുമ്പോൾ SITക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഇപ്പം ഇന്നുമായിട്ട് നമ്മുടെ മുൻ ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഒരു പരമ്പര തുടങ്ങിയിട്ടുണ്ട്. പോറ്റിയെ കയറ്റിയത് ആര്? ആന്റോ ആന്റണിയുടെ ഇതിനകത്തുള്ള പങ്കുണ്ട്. അതായത് ഇദ്ദേഹം അവിടുത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ, പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനം പൊളിഞ്ഞു പോയ തിരുവല്ലയിൽ, അവിടെ 2.5 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ നിക്ഷേപിക്കുന്ന ആളിനെ മറച്ചു പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് കള്ളപ്പണമായിരിക്കും. ഈ 2.5 കോടി രൂപ ഈ സ്ഥാപനം പൊട്ടിപ്പോയണക്കെ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ചെന്നില്ല, രണ്ടാമതൊരു ആക്ഷേപമുണ്ട്, ഈ പൈസ പൊട്ടിപ്പോയാണ് അവിടുന്ന് തിരിച്ചു മേടിച്ചത് ആന്റോ ആന്റണി MP ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ തിരുവല്ലയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മൊത്തം ഇപ്പം അങ്ങോട്ട് കയറി നോക്കുമ്പോൾ അതിനകത്തൊന്നും ഒന്നുമില്ലല്ലോ, പൊട്ടിക്കൊണ്ടിരിക്കുക. അവിടെയും ഇതുപോലെ കോടിക്കണക്കിന് രൂപ പുള്ളി ബാക്കി പൊട്ടുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളെപ്പോലുള്ള എന്തെങ്കിലും കൊണ്ടിട്ടാൽ പൊട്ടുമ്പോൾ അവിടെ ചെന്നത് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളതല്ലേ, ഇല്ല ചത്തുപോയിട്ട് പിന്നെ തിരിച്ചു വരത്തില്ലെന്ന് അറിയാമെങ്കിൽ ഒരു വെപ്രാളം പിടിച്ചുള്ള കരച്ചിലുണ്ടല്ലോ, അപ്പോൾ എന്ന് കരയാണ്. പുള്ളി മിണ്ടിയിട്ടേ ഇല്ല. അപ്പം അനങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അനങ്ങാൻ പറ്റത്തില്ല. കാരണം ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി സാറിന് കുറേ പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ സെക്രട്ടറി എടുത്ത് പറഞ്ഞാൽ സാറിൻ്റെ പേര് വരാതെ അവരെ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പലിശയൊക്കെ വീട്ടിൽ കൃത്യമായിട്ട് തരും. സൊസൈറ്റി കൃത്യമായിട്ട് പോകാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സൊസൈറ്റി പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഈ രീതിയിൽ ഒതുക്കുന്നതിന്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ ഇതിനകത്ത് വേറെ രീതിയിലുള്ള അന്വേഷണം വേണം. കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ പറയുന്ന EDയും മറ്റ് സ്ഥാപനങ്ങളും അത്തരക്കാരെ പരിശോധിച്ച് കണ്ടെത്തുന്ന സമയത്ത് ഇത് ഒതുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സഹകരണ സംഘം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇദ്ദേഹത്തെ വിശാലമായിട്ട് അന്വേഷിക്കുമ്പോൾ പല മേഖലയിൽ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഡിസ്റ്റിലറി ഒക്കെ തുടങ്ങുന്നത്. അതുപോലെ മദ്യ വ്യവസായം പോലുള്ള വ്യവസായങ്ങൾക്കകത്ത് പോലും ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. സാറേ അതിനെ അത്ഭുതപ്പെടാൻ അഹമ്മദുമായ ഇത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത ആശ്ചര്യം. പോറ്റി പൂയിക്കുന്നവന് ഇതിനു വേണ്ടി കാശ് എവിടുന്നാണ്? പൂയിക്കുന്നവന് എന്തായാലും നമ്മൾ എന്തായാലും നക്കാപ്പിച്ച് കൊടുക്കത്തല്ലേ ഉള്ളൂ, ഇതിനു വേണ്ടി കാശ് എടുക്കുന്നത്. സാറേ ഈ പ്രാവശ്യം നടവര അറിയോ ശബരിമലയിൽ? 480 കോടി രൂപയുണ്ട്. കാണിക്കയുടെ നടപടി എത്രയാണ് സാറിന് അറിയാം? 118 കോടി രൂപ ഇവന്മാരെ അടിച്ചു മാറ്റി ഒതുക്കി മാറ്റി വെച്ചതിൻ്റെ ഭാഗ്യമാണ് ഇപ്പോൾ അതേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ അങ്ങനെ 112 കോടി രൂപ ഉണ്ട്. അത് പൈസയായിട്ട് വീണത്. ഇനി സ്വർണവും ഡോളറും ഒക്കെ മാറ്റുമ്പോൾ അത് വേറെ വരും. ഈ ഇത്രയും പൈസ അല്ല അവിടുത്തെ മേൽശാന്തിക്ക് കിട്ടുന്നത്. കാരണം ഞങ്ങളുടെ ഹിന്ദുവിൻ്റെ ഒരു ആചാരം അനുസരിച്ച് ശ്രീകോവിലിനകത്ത് വീഴുന്ന പൈസയുടെ അവകാശി ആരാന്നറിയോ? മേൽശാന്തിയാണ്. അപ്പം ഇത് മിക്കവാറുമുള്ള നമ്മുടെ ഇവിടുത്തെ അവന്മാരൊരു പൈസ ഇടത്തില്ല. ഞാൻ ഉൾപ്പെടെ പോയി കഴിഞ്ഞാൽ 1 രൂപ നാണയം നമ്മൾ ഇതിനു വേണ്ടി അവിടെ ഇടുമെന്നുള്ളത് ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ കൂടി വന്നാൽ ഇനി എത്ര പോയാൽ 100 രൂപ ഇടും.
അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ഭക്തര് ഈ നമ്മള് ഈ പാർട്ണറാ അയ്യപ്പ ജുവലേഴ്സ് എന്ന് പറഞ്ഞ ജുവലറി ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് പറയുന്നത് ഉണ്ട്. അവരെ ഒരു പാർട്ണർ അയ്യപ്പനാ, സത്യം. കാരണം അവിടെ ഇപ്പം ഒരു കൊല്ലം 100 കോടി രൂപ അതിന് പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചു, ഒരു പാർട്ണർ അയ്യപ്പനാ. അവിടെ വെച്ചേക്കും അന്ന് തൊട്ട്. ഈ പ്രാവശ്യം ശബരിമല വന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ടുള്ള അതിന്റെ വിഹിതം അവിടെ വെച്ചേക്കും. ഇതുപോലാണ് ആന്ധ്രയിൽ നിന്നുള്ള ഭക്തർ വരുന്നത്. അതേ രീതിയിൽ അയ്യപ്പനെ വിശ്വസിച്ച് കൊടുക്കുന്ന കാശ് ഇതെവിടെ കൊണ്ടായിരുന്നത്? അയ്യപ്പന്റെ പാദത്തിൽ ചെന്ന് വീഴണ്ടേ? പണ്ടാരത്തിയിട്ട് അങ്ങനെ പോവാ, ഒരു വാരി അതിനകത്തോട്ടാണ് എറിയുന്നത്. ഇങ്ങനെ വാരി അല്ലെ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന പണം തടയാൻ വേണ്ടി അവിടെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റി ജീവനക്കാരൻ എത്തിയിട്ടുണ്ട്. ആരെ? ദേവസ്വം ബോർഡിലെ. ഈ ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് 10-20 പേരിൻ്റെ വട്ടമുണ്ട്. അവർക്ക് വൈകിട്ട് സത്യം എനിക്കറിയാവുന്ന കാര്യം കൊണ്ടാണ് ഞാൻ പറയും, ഒരു 15-17 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം 50,000 രൂപ വെച്ച് അവിടുത്തെ തിരുമേനി കൊടുക്കുമായിരുന്നു ഒരു ദിവസം. ഇതുപോലെ അവിടെ പോലീസുകാരെന്ന് ഇപ്പോൾ ഇവർക്കും കൊടുക്കും. എന്തിനാണെന്നറിയാം? ഇത് തട്ടരുത്, കൈ ഇങ്ങോട്ടിടുമ്പോൾ കൈ തട്ടും. അവിടെ ഒരു സ്വാമി, അവിടെ ഒരു സ്വാമി, പണ്ടാരത്തിയുടെ ശ്രീകോവിലിൻ്റെ സ്വാമി പണ്ടാരത്തിയിടാൻ പറയും. ഇത് വിലക്കരുത്, വിലക്കിയാൽ ഇവിടെ ഈ പൈസ അയ്യപ്പനല്ല, അയ്യപ്പൻ എന്തിനാ പൈസ? അത് വിലക്കിയാൽ ഇതിനകത്ത് വീണാലും വേറെ കളനാ പോന്നെ, പരിക്കുന്ന മനസ്സിലായില്ല. അതിനകത്ത് വീണാലും വേറെ കളനാ പോന്നെ എല്ലാം. അപ്പൊ ഇത് തട്ടത്തില്ലേ അവർ? തട്ടാത്തതിനായി കാശ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന അതിന്റെ സാറ് ചോദിക്കും കോടികളോ എന്നൊക്കെ പറയുമ്പോൾ 2.5 കോടി തന്ത്രി കളഞ്ഞു, അല്ലെങ്കിൽ ഇത്രയും കളഞ്ഞു, ഇതൊക്കെ എങ്ങനെയാണ്? ഈ പ്രാവശ്യത്തെ തിരുമേനിയുടെ വരുമാനം 150 കോടി രൂപയായിരിക്കും. ചാക്കിൽ കെട്ടി പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ചാക്കിൽ കെട്ടിയെ കൊണ്ടുപോകാൻ നോക്കൂ. എണ്ണാൻ എത്ര തിരുമേനിമാരെ അവിടെ വെച്ചിട്ടുണ്ടെന്നറിയോ? പൈസ എണ്ണാൻ 1000 രൂപ കയറോക്കില്ല, അല്ലെങ്കിൽ ഇവരുടെ തന്നെ പൈസ എണ്ണി മാറ്റാൻ ഈ നാണയവും ഉൾപ്പെടെ കൂടുതൽ വരുമല്ലോ. അപ്പോൾ ഈ രീതിയിലേക്കാണ്. പിന്നെ ഇത് കൂടാതെ ഇന്നാളി പറഞ്ഞതുപോലെ ഈ വിജിലൻസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കയറിയിരുന്നു പറഞ്ഞില്ലേ, ഞാൻ കണ്ടതാ 10 ലക്ഷം രൂപ നെറ്റിക്ക് ഒരു രൂപ കോയിൻ അടിച്ചു കൊടുക്കുമ്പോൾ 10 ലക്ഷം രൂപ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. കാരണം അവിടെ ചെന്ന് ഇവരുടെ അനുഗ്രഹമാണ്. അയ്യപ്പൻ്റെ അച്ഛനാണല്ലോ തന്ത്രി, ഞങ്ങളുടെ ഇതനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോനാണല്ലോ. അപ്പോൾ അയ്യപ്പൻ്റെ അച്ഛനെ കയറി കണ്ട അയ്യപ്പനെ കാണുന്നതിനെക്കാട്ടി ഗുണമാണല്ലോ. അല്ലെങ്കിൽ അയ്യപ്പൻ്റെ തന്ത പറയല്ലോ, മോനെ ഇവനെ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ, ഈ വന്നവനെ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. ഇതാണ്. അപ്പോൾ ഇത് അതിനകത്ത് ഒന്നിടത്ത് തന്ത്രി, അതിൻ്റെ ഇപ്പുറത്ത് മേൽശാന്തി ഇരിക്കുക. ഇവരെ ചെന്ന് കാണുന്നതിന് ഈ പറയുന്ന പോലെ ചെന്ന് കണ്ട് കൂടി വന്നാൽ നമ്മളെപ്പോലുള്ളവർ ചെന്നാൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇലയ്ക്കകത്ത് പ്രസാദം തരും. നമ്മളെ തന്ത്രിയല്ലേ, എങ്ങനെ പോയാലും 100-500 രൂപയെങ്കിലും കൊടുക്കും. എന്നാലും 500 രൂപ കുറഞ്ഞുള്ള കച്ചവടം ഇല്ലല്ലോ. പിന്നെ സെലക്റ്റീവ് കച്ചവടമാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷങ്ങളുടെ കച്ചവടം. അപ്പം ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ED വരാഞ്ഞതെന്ന് പറഞ്ഞാൽ ED ഇത്രയും ഇടത്ത് അന്വേഷിക്കുന്നതിന് തയ്യാറെടുപ്പ് നടത്തി, ഒരു പക്ഷേ റെയ്ഡ് നടത്തി. ഇയാളുടെ അവിടെ അന്വേഷിക്കണമെങ്കിൽ പ്രത്യേക ഒരു തയ്യാറെടുപ്പായിട്ട് വേണം. കാരണം ED എന്ന് പറഞ്ഞാൽ സാറിന് അറിയാമല്ലോ, ബാക്കിയുള്ള പോലീസ് സംവിധാനത്തിനകത്ത് കേസെടുത്തതിന് ശേഷം അന്വേഷണം. ED ഏറ്റവും അവസാനം അന്വേഷിച്ച് ബോധ്യപ്പെട്ട് എല്ലാം തീർത്ത് നമ്മളെ കൊണ്ട് ഇന്നതുപോലെ ഇയാൾ എൻ്റെ കുറ്റക്കാരൻ ഇതാണ്, ഏത് വഴിക്കാണ് കുറ്റം ചെയ്തിരിക്കുന്നത്, ഏത് വഴിക്കാണ് സാമ്പത്തിക ക്രമക്കേടെന്ന് പറഞ്ഞാൽ, അതായത് കേസ് തീർത്ത് ഒപ്പിട്ട്, സാറിന് ED അറസ്റ്റ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ബോധ്യപ്പെടുത്തി ഒപ്പിഴിക്കണം കുറ്റം. അതുകൊണ്ടാണ് ED ജാമ്യം കിട്ടാതെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഇയാളുടെ പുറകിലുള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 30 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അടിച്ചുകളിക്കാരൻ ഇതിനകത്ത് 30 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് ED പറയുന്നത് ശരിയാണെങ്കിൽ ഇയാൾക്ക് എത്ര കോടി രൂപയുടെ ആസ്തി കാണും? എത്ര കോടി രൂപയുടെ ആസ്തി കാണും? അപ്പം ഒരു കാര്യമുണ്ട്, അയ്യപ്പൻ മോശമൊന്നുമല്ല. ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന നറേറ്റീവാണ് അയ്യപ്പൻ്റെ തന്ത ഇയാളാണ്. ഒരിക്കലും ഒരു മകൻ എന്ത് തെറ്റ് ചെയ്താലും തന്തയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയില്ല. ഇപ്പം ഈ തന്ത അകത്ത് കിടക്കണമെങ്കിൽ അയ്യപ്പൻ്റെ തന്തയല്ല ഇയാള്. മനസ്സിലായില്ലേ? പുത്രൻ തന്നെ ശപിച്ചിരിക്കുന്നു. അല്ല, പുത്രൻ അങ്ങനെ ശപിക്കത്തില്ല സാർ. എത്രയായാലും ഇപ്പം സാറിന്റെ പുത്രൻ ഇപ്പൊ ചാറിയാലും തെറ്റ് ചെയ്താലും സാറ് പുത്രൻ എത്ര തെറ്റ് ചെയ്താലും എങ്ങനെയാലും അങ്ങ് ക്ഷമിക്കും. അപ്പം ഇയാൾ അയ്യപ്പന്റെ തന്തയല്ലെന്നുള്ള കാര്യവും തീരുമാനമായിട്ടുണ്ട്. എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച്. മനസ്സിലായി? അപ്പൊ ED ഈ കോടാനുകോടി രൂപ ഇയാളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ റൂട്ട് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഇയാളെ ഒരു സ്പെഷ്യൽ ആളായിട്ട് മാറ്റി നിർത്തി ഒരുപക്ഷെ ഒരു വലിയ റെഡിയാക്ക് വേണ്ടി ഇപ്പം 150 പേര് വന്നിട്ടുണ്ടെങ്കിൽ 10-50 പേരെ കൂടെ കൂട്ടി ഇപ്പം 3 യൂണിറ്റിൽ നിന്ന് ബാംഗ്ലൂര്, എനിക്ക് തോന്നുന്നു കോഴിക്കോട്, ചെന്നൈ, തിരുവനന്തപുരം 4 യൂണിറ്റിൽ 150 പേരാ ഇത്ര ഇടത്ത് 22 റെഡി നടത്തി. ഇയാൾക്ക് വേണ്ടി ചിലപ്പോൾ 200 ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും. കാരണം ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഈ കാർട്ടനെ കണ്ടുപിടിക്കാൻ ദക്ഷിണേന്ത്യ മൊത്തമാണ് നടത്തിയത്. ഇയാളെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. 5ാമത് ഇന്റർപോളും കൂടെ വേണ്ടി വരുമെന്നുള്ള ആ മാനങ്ങളിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ആഗോള മാനം കൂടി ഉണ്ടല്ലോ.
അത് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ എനിക്ക് മനസ്സിലായത് ഉം. ഇദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യം, അത് അധോലോകം അതിസമ്പന്നമായ ഒരു സാമ്രാജ്യത്തെ റെയ്ഡ് ചെയ്യണമെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ഫെസിലിറ്റീസ് പോരാ. ശക്തമായ മെഷീനറിയുമായിട്ട് കൂടുതൽ ഫെസിലിറ്റീസും അല്ലെ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളുമായിട്ട് ഇടി വരാൻ ഇടയുണ്ട് എന്നാണ് അങ്ങ് പിന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഇടി പുള്ളിയുടെ അവിടെ മാത്രം കയറാതിരിക്കത്തില്ലല്ലോ. അല്ല, അവിടെ മാത്രം കയറാതിരിക്കാൻ പാടുമില്ല. കാരണം നീതി അതല്ലല്ലോ. അതെ. പക്ഷെ എനിക്കൊരു ചെറിയ സന്ദേഹം കൂട്ടത്തിലുണ്ട്. എന്ന് വെച്ചാൽ ഇഡിയെ കുറിച്ചുള്ള ഒരു പൊതു പരാതി ഉണ്ടല്ലോ, രാഷ്ട്രീയമായ ഉപകരണമാണ് എന്നൊരു പരാതിയുണ്ട്. ഞാൻ അങ്ങനെ പരാതിപ്പെടാൻ സംശയിക്കാൻ ഒരു കാരണമുള്ളത്, ശബരിമല കേസിൽ ഇതപര്യന്തം അതിന്റെ SIT ഏറ്റെടുത്തപ്പോഴും കോടതി ഇടപെട്ടപ്പോഴും ഒക്കെ നിരുവാധികമായ ഉച്ചത്തിലുള്ള പരസ്യമായ പിന്തുണയുമായി BJP കൂടെ ഉണ്ടായിരുന്നു. അൺടിൽ ആൻഡ് അൺലെസ് എവിടെ വെച്ചാ BJP സ്വരം മാറ്റുന്നത്? അത് മാറ്റി, ഇപ്പൊ അത് വീണ്ടും മാറ്റി. അല്ല, ഞാൻ പറഞ്ഞു, തന്ത്രിയെ തൊട്ടപ്പോ അവരുടെ സ്വഭാവം മാറുന്നു എന്ന് മാത്രമല്ല, BJP പ്രതിനിധി പരസ്യമായി, ഓർമ്മയില്ലേ, സന്ദീപ് വാചസ്പതി പരസ്യമായി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എങ്ങാണ്ട അല്ലേ, പരസ്യമായി പോയി വക്താവല്ലേ, വക്താവാണ്, ഔദ്യോഗിക വക്താവാണ് BJP. ശ്രീലേഖ പറഞ്ഞു, ശ്രീലേഖ പോസ്റ്റ് പിൻവലിച്ചു. RC പറഞ്ഞു, RC പോസ്റ്റ് പിൻവലിച്ചു. അപ്പോ ആളുകൾ സംശയിക്കാതിരിക്കണമെങ്കിൽ അടിയന്തരമായി സാറ് പറഞ്ഞ വിപുലമായ സന്നാഹങ്ങളോടെ അതിവേഗത്തിൽ ഈ തന്ത്രിയുടെ സാമ്രാജ്യത്തിലേക്ക് ഇഡി വന്നില്ലെങ്കിൽ അതിന്റെ ദൂഷ്യം കൂടി BJPയും കൂടി അനുഭവിക്കും. സാറേ, ഇഡിക്കല്ല BJPക്കല്ല ആർക്കും തന്ത്രിയെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യപ്പന് പണി കൊടുക്കും. കാരണം ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഇവർക്ക്. അയ്യപ്പന്റെ വിഗ്രഹം ഇളക്കിക്കൊണ്ട് പോകുന്ന മോഷ്ടാവിന് പണി കൊടുക്കത്തില്ല. അവൻ അവിടെ എന്ത് ചെയ്യുന്ന പറയും, ഭഗവാനെ ഞാനൊന്ന് എടുക്കുവാതെ പുള്ളിക്ക് എടുത്ത് കൊടുക്കത്തില്ല, ഇവൻ പണി കൊടുക്കും. ഇവനെന്ന് പറഞ്ഞാൽ ലോകത്തുള്ളവനെ മൊത്തം പറ്റിച്ച് ഞാൻ അയ്യപ്പന്റെ അപ്പനാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോയവനാ. ഇവന് എന്തുവായാലും ആര് സംരക്ഷിച്ചാലും. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഈ ശബരിമലയിലെ ഈ ഭീകരമായ കൊള്ളയാണല്ലോ, ആ കൊള്ളയിലെ പ്രതികളെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അയ്യപ്പനിൽ വിശ്വാസം കൂടും ആളുകൾ. വരുമാനം കൂടി തീർച്ചയായിട്ടും കൂടും. എന്ന് മാത്രമല്ല, തത്വമസി എന്നാണ് 18 പടി കയറി ചെല്ലുമ്പോൾ സന്നിധാനത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഉപനിഷത്ത് ആഗമ നീ തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമാണ് താന്ത്രിക സമ്പ്രദായമല്ല അവിടെ നിലവിൽ വരേണ്ടതെന്ന്. തന്ത്രിക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത ദൈവത്തിനെ നേരിട്ട് മനുഷ്യൻ തൊഴുന്ന, ദർശനം നടത്തുന്ന ഒരു സമ്പ്രദായം. ഈ ഇടനിലക്കാരും പുരോഹിതന്മാരും ഒന്നും അവിടെ ആവശ്യമില്ല. യെരുസലേമിലെ പള്ളികളിൽ ചുങ്കക്കാരെയും പരീശന്മാരെയും യേശുക്രിസ്തു അടിച്ചോടിച്ച പോലെ ഈ ഇടനിലക്കാരെ അവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശരിയായിട്ടുള്ള ദർശനം അവിടെ സാധ്യമാവൂ. അപ്പോഴേ ഈ അഴിമതിക്ക് ഒരു അറുതി വരൂ എന്നുള്ള ഒരു വിചാരത്തോട് കൂടി. ഇത് തന്നെ സാറേ ഗുരുവായൂരും അവിടെ തത്വമസി എഴുതി ഗുരുവായൂർ എഴുതി വെച്ചിട്ടില്ലെന്ന്. ഗുരുവായൂർ വേറെ സിദ്ധമുണ്ട്, കയറി ചെല്ലുമ്പോൾ കണ്ണാടിയുണ്ട്, നമ്മളെ കണ്ടോണ്ടേ കയറാൻ നോക്കും. നമ്മൾ കയറി ചെല്ലുമ്പോൾ കണ്ണാടി ഇരിപ്പണം. അതിന്റെ അർത്ഥം എന്താ? അഹം ബ്രഹ്മാസ്മി എന്നാണ്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരം അയ്യപ്പൻ തന്നെ കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വലിയ ആത്മവിശ്വാസത്തോടു കൂടി, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് കാത്തിരിക്കാം. ശരി.